Hi friends, Mr. Anda പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈലായ M3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 9-ാം തീയതി ആയിരുന്നു ഫസ്റ്റ് സെയിൽ ഉണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ഓർഡർ ചെയ്തത് 6GB + 128GB വേരിയൻ്റ് ആണ്, യെല്ലോ കളർ. 11,999 രൂപയാണ് ഫ്ലിപ്കാർട്ടിലെ റേറ്റ്. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ലോഞ്ചിൻ്റെ അന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് 1000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് 10,999 രൂപയ്ക്ക് കിട്ടി. ഇത് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതല്ല, എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനൊരു ബിഗ് താങ്ക്സ് ഇങ്ങോട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നതിന്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ അവന് തിരിച്ചയച്ചു കൊടുക്കും. ഇപ്പോൾ കറൻറ്റ്ലി ഡിസ്കൗണ്ട്സ് ഒന്നും ഇല്ല. ഫ്ലിപ്കാർട്ട് ബാങ്ക് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ എൻ്റെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കണ്ടൻസ് നോക്കാം. അതിനുശേഷം ഫോൺ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി വെക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു അടിപൊളി യെല്ലോ കളർ ബോക്സിലാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സെയിം കളർ തന്നെയായിരിക്കും മൊബൈലിൽ നിന്ന് വിശ്വസിക്കാം. ഫ്രണ്ടിൽ പോക്കോയുടെ ചെറിയൊരു ബ്രാൻഡിങ് ഉണ്ട്. M3 എന്ന് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയാണ് ഉള്ളത്. അപ്പോൾ അത് ഫ്രണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ അത് മാനുഫാക്ചറിങ് ഒക്കെ ഇന്ത്യയിൽ തന്നെയാണ്. ലെഫ്റ്റിലും റൈറ്റിലും പോക്കോ M3 എന്ന് എഴുതിയിട്ടുണ്ട്. അടിയിൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. മുകളിൽ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും അതിൻ്റെ കണ്ടൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബാക്കിൽ പോക്കോയുടെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 6000 mAh ബാറ്ററി ഉണ്ട്. 18 watts ഫാസ്റ്റ് ചാർജിങ് ആണ്, റിവേഴ്സ് ചാർജിങ് ആണ്. 48 MP AR ക്യാമറ, മാക്രോ ആൻഡ് ഡെപ്ത് ലെൻസസ്, സ്നാപ്ഡ്രാഗൺ 662 പ്രൊസസർ, ഫുൾ HD ഡിസ്പ്ലേ ആണ്, കോർണിംഗ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ, പിന്നെ കുറേ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസ് നോക്കി നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഉള്ളത് പോക്കോയുടെ ഒരു പൗച്ചാണെന്ന് തോന്നുന്നു. അതെ, മിക്ക ഫോൺസിന് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ച് വരുന്നുണ്ട്. സിലിക്കൺ പൗച്ചാണെന്ന് തോന്നുന്നു. അതെ, സിലിക്കൺ പൗച്ചാണ് ഇതിലുള്ളത്. കുഴപ്പമില്ല, ബേസിക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നീട് നല്ല പൗച്ചിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. ഇതാകുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആവും. പിന്നെ ഉള്ളത് ആ ഫോൺ ഇരിക്കുന്നു. ഫോൺ നല്ല അടിപൊളി യെല്ലോ കളർ. ആഹാ, എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടതിൽ ഏറ്റവും അടിപൊളി കളർ സ്മാർട്ട് ഫോണുള്ള ഒന്നാണ്. നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുള്ളൂ യെല്ലോ കളർ, എന്നാലും ഇത് കുറച്ചുകൂടി ബെറ്റർ ബ്രൈറ്റ് യെല്ലോ ആണ്. കാണാൻ നല്ല രസമുണ്ട്. ഈ ബ്ലാക്കും യെല്ലോയും കൂടി വരുന്നുണ്ട്, പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ട്. ഫോൺ നമുക്ക് മാറ്റിക്കാം, ബാക്കിയുള്ള കണ്ടൻസ് നോക്കി വെക്കാം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചാർജറാണ്. ഫാസ്റ്റ് ചാർജറാണ്, 18 wattsൻ്റെ. നോർമൽ എല്ലാ മൊബൈലിലും വരുന്ന പോലെ തന്നെ USB A to Type-C കണക്ടറാണ്. ഇവിടെ ബോക്സ് അങ്ങനെ പെട്ടെന്ന് നിർത്തപാടെ കളയല്ലേ. ഇതിൻ്റെ ഉള്ളിലുണ്ട് സിം ഇജക്ടർ ടൂള്. ഞാൻ വിചാരിച്ചു ഇത് വെക്കാൻ മറന്നതാണ്. സിം ഇജക്ടർ ടൂളുണ്ട്. നമുക്ക് ഇനി ഫോണിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഫീലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെക്കാം. പിന്നെ ബാക്കിയുള്ള സ്വിച്ചസും ബട്ടൺസും എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഓവറോൾ കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള കൈയാണ്. അപ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു ഗ്രിപ്പ് ഫീലിംഗ് ഉണ്ട്, ഒരു ടെക്സ്ചർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റുന്നുണ്ട്, ഒരു ടെക്സ്ചർ ഇതിലുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫിംഗർ പ്രിൻ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ കളേഴ്സ് കാണാൻ, യെല്ലോ ബ്ലാക്കും വന്നിട്ട്. സൂപ്പർ ട്രിപ്പിൾ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലുള്ളത് ഡ്യൂ ഡ്രോപ്പ് ക്യാമറയാണ്. ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഡ്യൂ ഡ്രോപ്പ് ഇപ്പോൾ എല്ലാം പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പവർ ബട്ടൺ, അതേപോലെ ഇത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് റെക്കഗ്നേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വോളിയം റോക്കേഴ്സ്. താഴെ വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്, ചാർജിങ് പോർട്ട്, പിന്നെ ഒരു സ്പീക്കർ. മുകളിൽ അതേപോലെ തന്നെ സ്പീക്കർ വരുന്നത്, സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിലുള്ളത്. പിന്നെ IR ബ്ലാസ്റ്റർ ആണ് ഇത്. അതായത് നമുക്ക് TVയോ AC അങ്ങനത്തെ റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ 3.5 mm ജാക്ക്, പിന്നെ ഉള്ളത് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരണം കൂടിയാണ്. ഈ സൈഡിലാണ് വരുന്നത് സിം ട്രേ. നമുക്ക് ഏതെങ്കിലും സിം ട്രേ ഒന്ന് ഇജക്ട് ചെയ്ത് നോക്കി നോക്കാം. 2 സിമ്മും ഒരു മെമ്മറി കാർഡ്, എക്സ്പാൻഡബിൾ മെമ്മറി ഇടാൻ പറ്റിയ മോഡൽ തന്നെയാണത്. രണ്ടും 4G സപ്പോർട്ട് ചെയ്യുന്ന സിം ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണായി സെറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. പോക്കോ M3 യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഒക്ടോ കോർ പ്രൊസറാണത്. GPU Adreno 610 ആണ്. OS യൂസ് ചെയ്തേക്കുന്നത് Android 10 MIUI വേർഷൻ 12 ആണ്. പോക്കോ M3 6.53 ഇഞ്ചസിൻ്റെ ഫുൾ HD+ IPS LCD സ്ക്രീനാണ്. 400 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 ആണ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തേക്കുന്നത്. 2 വേർഷനാണ് പോക്കോ M3 അവൈലബിൾ. 6GB + 64GBയും 6GB + 128GB വേർഷനുമാണ്. UFS 2.1 ആണ് സ്റ്റോറേജ് യൂസ് ചെയ്തേക്കുന്നത്. പോക്കോ M3 യൂസ് ചെയ്തേക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 48 MP വൈഡ് ആംഗിൾ ലെൻസും 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് ലെൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി 8 MP വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് പവർ ബട്ടണിൽ തന്നെയാണ് വരുന്നത്, സൈഡ് മൗണ്ടഡ് ആയിട്ട്. 6000 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 18 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. പക്ഷേ റിവേഴ്സ് ചാർജിങ് മാക്സിമം 2.5 ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഡുവൽ ബാൻഡ് വൈഫൈയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് പോർട്ടും ഉണ്ട്. ഫോൺ ഓൺ ആയിട്ടെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ കുറച്ച് ആപ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. MePay ഉണ്ട്. അത് ഷവമിയുടെ ബ്രാൻഡ്സിലെല്ലാ ഫോൺസിലും ഉണ്ട്. ഇതല്ലാതെ
ആമസോൺ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈസി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്. മെയിൻ മെനുവിൽ നോക്കി കഴിഞ്ഞാൽ മോജ്, പിന്നെ ചില ഗെയിംസിൻ്റെതൊക്കെയാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 10 ആണ്. മീ വേർഷൻ 12 ആണ്, സ്റ്റേബിൾ ആണ്. അതിൽ 18 GB ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. 128 GB ഓൾ സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ 6 GB റാം ഉണ്ട്, ഒക്ടാ കോർ പ്രൊസസ്സർ, ആൻഡ്രോയിഡ് വേർഷൻ 10. ഫിംഗർ പ്രിൻറ്റ് ഞാൻ ഓൾറെഡി ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആ സമയത്ത് തന്നെ റീഡിങ് നല്ല ഫാസ്റ്റ് ആയിരുന്നു ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും അൺലോക്കിൻ്റെ സമയത്ത്. അപ്പോൾ ഇപ്പോൾ അൺലോക്കിൽ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ ഓൺ ആവുന്ന രീതിയിൽ കൊടുത്തേക്കണം. അത് മാറ്റുകയാണെങ്കിൽ നമുക്ക് പാസ്വേഡ്സ് സെക്യൂരിറ്റി പോയിട്ട് ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ മെത്തേഡ് പ്രസ് മാറി ടച്ച് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ടച്ചിൽ തന്നെ ഇതാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഫേസ് റെക്കഗ്നീഷൻ അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഫിംഗർ പ്രിൻറ്റും പാറ്റേൺ അല്ലെങ്കിൽ പിൻ ലോക്കാണ്. എളുപ്പത്തിൽ യൂസ് ചെയ്യാനും കുറച്ചുകൂടി സെക്യൂരിറ്റിക്ക് എപ്പോഴും പിന്നും പാറ്റേണുമാണ്. ഇതിപ്പോൾ സ്ക്രീൻ ഞാൻ ഹാഫ് ബ്രൈറ്റ്നസ്സിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാൽ ഓക്കെ ബ്രൈറ്റ്നസ് ആണ്. സാധാരണ ഈ ഒരു ബ്രൈറ്റ്നസ് പല ഫോൺസിൽ ആമോലെഡ് സ്ക്രീൻസുള്ള ഫോൺസിലാണെങ്കിൽ പകുതി ബ്രൈറ്റ്നസ് ഇട്ടാൽ തന്നെ ഈ ഒരു ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട്. ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആണ്. LCD സ്ക്രീനാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ടായിരുന്നു IPS LCD സ്ക്രീനാണ്. അപ്പോൾ അത് ഒരു പോരായ്മ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയും സ്പെസിഫിക്കേഷൻസ് തരുന്ന ഫോൺസ് മറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും സ്പെസിഫിക്കേഷൻസ് വളരെ മികച്ചത് തന്നെയാണ്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നോ അതേപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ആണ് വെച്ചേക്കുന്നത്. അതേപോലെ അൺബോക്സ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും ഫ്രീ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ കമ്പനി പ്രൊമോഷനോ വേണ്ടി ആരും തരുന്നതല്ല. അതൊക്കെ പേഴ്സണൽ. അപ്പോൾ സ്ക്രീൻ വൈസ് അത്രയും അടിപൊളി സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ലൊരു സ്ക്രീൻ തന്നെയാണ്. സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കർ എന്നാണ് അവർ പറയുന്നത്. അടിയിലത്തെയാണ് മെയിൻ സ്പീക്കർ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊത്തി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ മുകളിലെ സ്പീക്കർ പൊത്തി പിടിച്ചിട്ട് അത്ര വലിയ ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പവർ കൊടുത്തേക്കുന്നത് ഡൗൺ ഫയറിന് അടിയത്തെ സ്പീക്കറിൽ തന്നെയാണ്. മുകളിലത്തെ സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കർ എന്ന രീതിയിൽ പറയാൻ പറ്റും, എന്നാലും അത്രയും പവർ ഒന്നുമില്ല. ഏറ്റവും മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത് അടിയിൽ തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കറിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത് അത്യാവശ്യം ലൗഡായിട്ടുള്ള സ്പീക്കറാണ്, ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 6000 mAh ബാറ്ററിയാണ്. 18 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. ഇതിൽ 49% ബാറ്ററി ഉണ്ടായിരുന്നു ഞാൻ ഓൺ ആക്കിയതിന് ശേഷം. ഇപ്പോൾ കുറച്ച് നേരത്തെ യൂസ് കൊണ്ട് തന്നെ 4% കുറഞ്ഞിട്ടുണ്ട്. ഇതിലെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ യൂസറിന് ഈസി ആയിട്ട് 2 ദിവസം തള്ളി നീക്കാൻ പറ്റും. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കണവർക്കാണെങ്കിൽ ഒരു ദിവസത്തിന് മേലെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം 6000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 18 watts ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ പോരാ, 6000 mAh ഉള്ളപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ ചാർജ് ചെയ്യാൻ എടുക്കും. പിന്നെ ഈ ഡിവൈസ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വേറൊരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നോ നോക്കി നോക്കാം. 2.5 watts ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു C2C കേബിൾ ഉണ്ട്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫോൺസ് ഉള്ളവർക്ക് വേറെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിന് 1000-400 രൂപ വിലയുണ്ട്. വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങാവുന്നതാണ്. Redmi Note 7 Pro ആണ് പഴയത്. അപ്പോൾ ഞാനിത് ഇതിൽ കുത്തിയിട്ട് ഇത് ഈ ഫോണിൽ കുത്തി നോക്കട്ടെ, ചാർജ് കയറുണ്ടോയെന്ന് അറിയാലോ. നോ ഡാറ്റ ട്രാൻസ്ഫർ. അപ്പോൾ ഇതിന്ന് ഈ ഫോണാണ് ചാർജ് ആവുന്നത്. അപ്പോൾ ഇതിന്ന് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് എന്ന് പറയുമ്പോൾ മിക്കവാറും മറ്റേ ചെറിയ ഇപ്പോൾ എന്താ പറയുക ഇയർബഡ്സ് അങ്ങനത്തെ ഒക്കെ ചാർജർ ഉണ്ട്, ചാർജിങ് ബോർഡ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോൺസൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് നടക്കൽ കുറവായിരിക്കും ചാൻസ്. 2.5 watts ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് റിവേഴ്സിൽ. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോ സാമ്പിൾസും നോക്കി നോക്കാം. ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത് അതേപോലെ തന്നെ കളർ കറക്ഷൻ ഒരു ഇതുമില്ലാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുവിധം എല്ലാ ഫോൺസിലുള്ള പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അത്രയും ഓപ്ഷൻസ് ഞാൻ ഈ ക്യാമറ സാമ്പിൾസിൽ കവർ ചെയ്യാം. നമുക്കതൊക്കെ നോക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലെ ഫുൾ HD 30 FPS ഷൂട്ട് ചെയ്യുന്നതാണ്. ഇൻറ്റേർണൽ മൈക്കിലാണ് സൗണ്ട് കേൾക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ മൊബൈലിൽ കാണുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലീച്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടാണ് എനിക്ക് ഈ ഫുട്ടേജ് തോന്നുന്നത്. ഇനി ഔട്ട്ഡോർ ഫുട്ടേജ് വേറെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ അത്യാവശ്യം ഷെയ്ക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷെയ്ക്ക്
അനുഭവപ്പെടുന്നുണ്ട്, അത്രയ്ക്കില്ല, എന്നാലും ഞാൻ ഷെയ്ക്കിൻ്റെ അത്ര അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ജസ്റ്റ് പാനിങ് ഷോട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്റ്റെബിലൈസ് ആയിട്ട് തന്നെ ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ എടുത്ത ഫുട്ടേജ് ഒക്കെ നോക്കി നോക്കാം. ഇപ്പോൾ ഷൂട്ട് ചെയ്യണത് ഫുൾ HD 30 FPS ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇൻഡോർ ഫുട്ടേജ് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ, അത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ബ്ലീച്ച് ആയ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നല്ല കറക്റ്റായിട്ടുള്ള കളേഴ്സ് കിട്ടുന്നുണ്ട്. ഓവർ സാച്ചുറേറ്റഡ് അല്ല, നോർമൽ കളേഴ്സാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻറ്റർണൽ മൈക്രോ സൗണ്ടാണ്. ഈ ബാക്ക് ക്യാമറ ഞാൻ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫുൾ HD 30 FPS മെയിൻ ക്യാമറയിലാണ്. അപ്പോൾ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഫ്രണ്ടിനും ബാക്കിനും ഇല്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നടക്കുമ്പോൾ എന്നെ ചെറുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാനിങ് ഷോട്ട്സിനൊക്കെ നല്ലതായിരിക്കും. നടന്നുകൊണ്ട് ഷൂട്ട് ചെയ്യണ ഇതിനൊന്നും അത്രയ്ക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് കിട്ടത്തില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഫ്രണ്ട് ക്യാമറ എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്ത് ഗ്രാജുവലായിട്ട് തന്നെ ഓട്ടോ എക്സ്പോഷർ കണ്ടുകൊണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസമാണ്. പെട്ടെന്ന് തന്നെ ലൈറ്റായി. പക്ഷേ അത് ഗ്രാജുവലായിരുന്നു, സഡൻ ആയിരുന്നു. അതേപോലെ തന്നെ അടുത്തേക്ക് വെച്ചപ്പോൾ കുറച്ച് ഇരുട്ട് പോലെ, പിന്നെ അതനുസരിച്ച് കുറച്ച് ദൂരത്തേക്ക് വെച്ചാൽ വീണ്ടും പഴയ പോലെ. പക്ഷേ ഇതൊരു ഗ്രാജുവലായിരുന്നു, വളരെ സഡൻ ആയിരുന്നു. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് എത്രത്തോളം അടിപൊളി നോക്കിയേക്കാം. അപ്പോൾ യൂസേജ് വൈസ് മൊബൈൽ ആപ്സിനും ഇതിനൊക്കെ വളരെ മികച്ച പ്രൊസസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ സ്നാപ്ഡ്രാഗൺ വെച്ച് ഇറങ്ങിയിട്ടുള്ള ബാക്കിയുള്ള മൊബൈൽസ് എന്ന് പറയുന്നത് മോട്ടറോള G9 Play, അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ നോക്കിയ 5.4, പിന്നെ റെഡ്മി 9 പവർ, അതേപോലെ തന്നെ റിയൽമി 7i. ഇതൊക്കെ ഈ സ്നാപ്ഡ്രാഗൺ 662 പ്ലാറ്റ്ഫോമിലുള്ള ഫോൺസ് തന്നെയാണ്. പക്ഷേ ആ ഫോൺസൊക്കെ ഓഫർ ചെയ്യുന്നത് 4GB റാംസും 64GB മെമ്മറിയാണ്. അതായത് ഇവരുടെ 6GB വേർഷൻസും ഉണ്ട്. പക്ഷേ 4GBക്ക് തന്നെ ഇതിൻ്റെ 6GBയുടെ 128ൻ്റെ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് പോക്കോ M3 തന്നെയായിരിക്കും. കാരണം ബാക്കിയുള്ളതൊക്കെ 4GB റാംസ് കൊടുക്കുമ്പോൾ ഒരു 6GB റാം തരുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റി തരുന്നുണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ആണ്, ബാക്ക് ഗ്രിപ്പ് ഉണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഞാൻ ചെരിച്ച് വെറുതെ കൈ കൊണ്ട് പിടിച്ച് വെക്കുക, എന്നിട്ട് പോലും അധികം തരുന്നില്ല. അപ്പോൾ ഗ്രിപ്പ് വൈസ് ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഈ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസർ ഈ ഫോണിൽ എത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് നോക്കാം. പിന്നെ ഫോൺ ഗെയിംസ് കളിക്കുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ടോ ഒക്കെ നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീ ഫയർ നോക്കി നോക്കാം. ഫ്രീ ഫയർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ ഗ്രാഫിക്സിൽ അൾട്രയാണ് ഇട്ടേക്കണത്. ഹൈറസിനോവും ഷോഡോസ് ഓഫ് ആക്കിയിട്ടുണ്ട്, നോർമൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഗെയിം ഒരു റൗണ്ട് കളിച്ച് നോക്കാം, എത്രത്തോളം ബെറ്റർ ആയിട്ട് ഈ ഫോണിൽ പെർഫോമൻസ് ചെയ്യുന്നത് നോക്കാം. അടിയിൽ ഓൾറെഡി വെടിപൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കിൽസ് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഒരു ലാഗ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അൾട്രയിലിട്ടിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലാഗ് എന്ന് പറഞ്ഞത് 60 ഹെർട്സിൻ്റെ സ്ക്രീനാണ്. ആളെയും കാണുന്നില്ലല്ലോ, നിങ്ങൾക്കൊന്ന് കൊന്ന് കാണിച്ചു തരാൻ. ഓക്കെ, കൊന്ന് ഒരാളെ കില്ല് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ പ്ലേ ചെയ്തതിൽ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. അപ്പോൾ ഫ്രീ ഫയർ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും, അൾട്രാ റെസൊല്യൂഷനിലാണ്. നമുക്ക് ഇനി അടുത്ത കോൾ ഓഫ് ഡ്യൂട്ടി ഒന്ന് കളിച്ച് നോക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റിങ്സ് ഓൾറെഡി ഓഡിയോ ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഹൈലൈറ്റേക്കാണ്, വെരി ഹൈലൈറ്റിട്ടില്ല. ഇപ്പോൾ ഫ്രെയിം റേറ്റ് മീഡിയം, ബാക്കിയൊക്കെ നോർമൽ എന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. 2 2
അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിം കളിക്കാനുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി നല്ല സ്മൂത്തായിട്ട് കളിക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഗെയിംസ് ഇപ്പോൾ നമ്മൾ തട്ടി കഴിഞ്ഞു. 2 ഗെയിംസും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള രീതിയിൽ തന്നെ ഗെയിംസും കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത്തിരി നേരം കളിച്ചിട്ടുള്ളൂ, ചെറിയ ഹീറ്റ് ഉണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ കുറേ നേരം കളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രത്തോളം ആവുന്നുണ്ട്. അതിപ്പോൾ ഏത് ഗെയിംസ് ആയാലും ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഇതാകുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട്. ഇത് അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. കുറേ നേരം ഗെയിമേഴ്സിന് പറ്റിയൊരു മൊബൈലാണോ എന്നുള്ളത് കൂടുതൽ നേരം കളിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു കളിക്കാനൊക്കെ പറ്റും. കാരണം എല്ലാം അൾട്രയിലിട്ട് കളിക്കേണ്ട, നോർമലിലിട്ട് കളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഹീറ്റ് കുറഞ്ഞു കേട്ടോ, കുറച്ച് ഇത് ഓഫ് ആക്കിയപ്പോൾ തന്നെ ഹീറ്റ് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഹീറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമേഴ്സിന് കുഴപ്പമില്ലാത്തൊരു മൊബൈലിന്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോസിന്റെ സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറഞ്ഞ വിലയിൽ നല്ല മികച്ച സ്പെക്സ് ആയിരുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ M3. ഗെയിംസ് നന്നായിട്ട് കളിക്കാൻ പറ്റി. നമ്മൾ ഫ്രീ ഫയർ അൾട്രയിലിട്ട് കളിച്ചു, അതേപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി മീഡിയത്തിൽ ഹൈയിലിട്ട് കളിച്ച്, എന്നിട്ട് പോലും ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കളിച്ചപ്പോൾ ഒരു 10-15 മിനിറ്റോളം കളിച്ചിട്ടുണ്ട്, അതിന് മേലെ കളിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും ഫോണൊന്ന് ഹീറ്റായി തുടങ്ങിയിട്ട് ചെറുതായിട്ട്. ഇത് ആ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ ഗെയിം ആദ്യം ലോഡ് ചെയ്തിട്ട് കുറച്ച് നേരം കളിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അത് കൂടിയായിട്ട് ഹീറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോൺ ഹീറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറയുന്നുണ്ട്. അത് പിടിച്ചോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഗെയിമേഴ്സിന് വല്ലാതെ കുറേ നേരം ഗെയിംസ് കളിക്കുന്നവർക്ക് ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ചൂടാവുന്നുണ്ട്. അത്യാവശ്യം 1 മണിക്കൂറിന് അടുത്തൊക്കെ ഗെയിംസ് കളിക്കുന്നവർക്ക് നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ M3. അതേപോലെ തന്നെ ക്യാമറയിലും കുഴപ്പമില്ലാത്ത ഇമേജ് കിട്ടുന്നുണ്ട്. കുറച്ച് ബ്ലീച്ച്ഡ് ആയിട്ടാണ് എനിക്കൊരു ഇമേജസ് തോന്നിയത്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴും എൻ്റെ ബാക്ക് വാൾ കുറച്ച് ബ്ലീച്ച്ഡ് ആയിട്ട് പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഔട്ട്ഡോർ കണ്ടീഷൻസ് ഒക്കെ ഒരു നല്ല ഫോട്ടോസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രോ മോഡിൽ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്യാമറ വൈസും അത്യാവശ്യം പെർഫോമൻസ് തരുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതേപോലെ തന്നെ ബാറ്ററി വൈസ് 6000 mAh എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഒരു നോർമൽ യൂസറിന് 2 ദിവസം ഈസി ആയിട്ട് കിട്ടും. പിന്നെ സ്നാപ്ഡ്രാഗൺ 662 വരുന്ന ബാക്കിയുള്ള സ്മാർട്ട്സ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഈ ഒരു വിലയ്ക്ക് തന്നെ 4 GB റാമാണ് തരുന്നത്. അതായത് 11000 രൂപയ്ക്ക് റെഡ്മി 9 പവർ, അതേപോലെ തന്നെ മോട്ടോറോള G9, റിയൽമി 7i, ഈ പറഞ്ഞ മോഡലൊക്കെ ഇതിനേക്കാളും വില കൂടുതലാണ് 6 GB റാം ഉള്ളതിന്. 4 GB റാമിന് ഇതിന്റെ 6 GB 128 GB വില കൊടുക്കേണ്ടി വരും 4 GB 64-ന്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ പ്രൈസിനുള്ള ഏറ്റവും അടിപൊളി സ്മാർട്ട് ഫോണുകളൊന്നും തന്നെയാണ് പോക്കോ M3. പിന്നെ കളർ വൈസ് എനിക്ക് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊബൈലിലുള്ള കളറിലൊന്നാണ് യെല്ലോ. ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനോടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സാർ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഫോൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിന്റെ സാർ വാല്യൂ എന്ന് പറയുന്നത് 0.868 ആണ്. പിന്നെ ബോഡിക്ക് 0.865. പിന്നെ എനിക്ക് ഓവറോൾ എല്ലാം കൊണ്ടും ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. കാരണം ലുക്ക് വൈസും കൊള്ളാം, അത്യാവശ്യം യൂസേജ് വൈസും കൊള്ളാം, ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലതുണ്ട്. ഈ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. ഇത് എനിക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് 10% ICICI കാർഡിന്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീണ്ടും അടുത്ത സെയിലിൽ ആ കാർഡിന്റെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്താണ് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും പുതിയ ഫോൺ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ ബഡ്ജറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിങ്, റിവ്യൂ വീഡിയോസ്, അതേപോലെ ടെക് ടിപ്സിന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.